നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. കൊല്ലവർഷം 1200 പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ചിങ്ങമാസം പിറക്കുമ്പോൾ ഒരാണ്ടത്തെ ഫലം പരിശോധിച്ചാൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഐശ്വര്യമാണ്. ഇതുവരെ ഇവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ സാധിക്കും. എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നേക്കാം. നമുക്കറിയാം, 1199 കൊല്ലവർഷം പിറന്നപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പല വിധത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു പല നക്ഷത്ര ജാതകരും. എന്നാൽ 27 നക്ഷത്ര ജാതകരുടെ ഒരു വർഷക്കാലത്തെ ഫലം ഒന്ന് പരിശോധിച്ചാൽ 1200 കൊല്ലവർഷം 1-ാം തീയതി മുതൽ ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും. 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 1200 വർഷം പിറക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന, എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്ന നക്ഷത്ര ജാതകരുണ്ട്. ഇവിടെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുമോ? അതോ ചീത്ത അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുമോ? ഒരുപാട് സഹിച്ചവരല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടിയവരല്ലേ, ഇനി സങ്കടങ്ങളൊക്കെ മാറുമോ? എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. കൊല്ലവർഷം 1200 പിറക്കുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരുമുണ്ട്, അല്പസ്വല്പം കരുതിയിരിക്കേണ്ട നക്ഷത്രജാതകരുമുണ്ട്. നമുക്ക് ഈ 27 നക്ഷത്രജാതകരുടെയും ഫലം ഇന്നൊന്ന് പരിശോധിക്കാം. ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം, ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ആപത്ത് കാലം വരികയാണെങ്കിൽ എന്തൊക്കെ വഴിപാടുകൾ ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അശ്വതിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ആദ്യത്തെ നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ആദ്യ നക്ഷത്രം, എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഒരുപാട് കളിയാടുന്ന നക്ഷത്രം അശ്വതി തന്നെയാണ്. അശ്വതിക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി 1200 കൊല്ലവർഷത്തിൽ ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അശ്വതി നക്ഷത്ര ജാതകരുടെ നല്ല സമയം പിറന്നിരിക്കുന്നു. അനുകൂലമായ സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഒരു മങ്ങലുമില്ലാതെ നടന്നു കിട്ടുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ 1200 കൊല്ലവർഷം കൊണ്ട് സാധ്യമാകും. സമ്പൂർണ്ണ ഫലത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കും. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. പുത്രഭാഗ്യം വന്നു ചേരും. വിവാഹ പ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയം കൂടിയാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഇനി അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും. നിങ്ങളുടെ ഏറ്റവും നല്ല സമയമായിരിക്കും 1200. 1200 പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും.
വലിയ വഴിപാടുകളും വലിയ പൂജകളൊന്നും ചെയ്യേണ്ട. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും 1-ാം തീയതി പോകുക. അവിടെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. കണ്ണന് കദളിപ്പഴം പണമുണ്ടെങ്കിൽ നടത്തുക. പാൽപ്പായസം കൂടി നടത്തുക. തൃക്കൈവെണ്ണ മാറി മാറി ചെയ്യുക. ഈ മാസം പാൽപ്പായസമാണെങ്കിൽ അടുത്ത മാസം തൃക്കൈവെണ്ണ, അടുത്ത മാസം പാൽപ്പായസമാണെങ്കിൽ അതിനടുത്ത മാസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. ഇങ്ങനെ മാറി മാറി ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്കും എത്തുവാൻ സാധിക്കും. അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണിക്ക് നല്ല സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്, ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ്. ഭരണി നക്ഷത്ര ജാതകരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ചവരാണ്. ഒരുപാട് വിഷമതകളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ഇതിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് വലിയ താമസമില്ലാതെ. മിക്കവാറും അത് 2-3 ദിവസത്തിനകം ഉണ്ടായിരിക്കും. അതിനകത്ത് വ്യക്തമായിട്ട് പറയും, എല്ലാ നക്ഷത്ര ജാതകരുടെ കാര്യവും വ്യക്തമായി പറയും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങളൊക്കെ അപ്പോൾ തീർക്കാവുന്നതുമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും നല്ല സമയം, ഒരു മുൻജന്മ സുഹൃത്തം എന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഏതു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഭരണിക്കിത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും. പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. ഭരണിക്കിത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഒരു ജാതകം പരിശോധിച്ച് ഈശ്വരാധീനക്കുറവ് പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ ജാതകം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യം ഇപ്പോഴുണ്ട്. ഭരണി നക്ഷത്ര ജാതകർ തീർച്ചയായും നിങ്ങളുടെ ജാതകം പരിശോധിക്കണം. വീടിനടുത്തുള്ള, എന്നെ കൊണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല, വീടിനടുത്തുള്ള നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ജ്യോതിഷനെ കണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ജ്യോതിഷനെ കണ്ട് ആ സമയവും ആഗ്രഹനിലയൊക്കെ ഒന്ന് എടുത്ത് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നല്ല സമയമാണ്. ഒത്തിരി രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും വന്നു ചേരുന്ന സമയം. പങ്കാളി ഭാഗ്യവും വന്നു ചേരും. വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുന്നവർക്ക് പങ്കാളി ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് കാർത്തിക നക്ഷത്ര ജാതകർ എത്തും. ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യനിർഭാഗ്യങ്ങളെ കണക്കാക്കുന്നത്. ഈശ്വരാധീനവും ഒക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇവിടെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗമുണ്ട്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. നിങ്ങളുടെ കടങ്ങളൊക്കെ തീരും. പിണങ്ങി നിന്ന സുഹൃത്ത് അടുത്തു വരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. അമ്മ മഹാമായിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. വരുമാനം വരുന്നില്ല, ബിസിനസ് പരാജയത്തിൽ പോകുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അതൊക്കെ മാറിക്കിട്ടും. രോഹിണിക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ്. കൊല്ലവർഷം 1200 പിറക്കുമ്പോൾ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും, ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ നല്ല സമയമാണ്. ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. അടുത്ത നക്ഷത്രം മകയിരമാണ്. കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും നിങ്ങൾ ചെന്ന് ചാടുന്ന ഒരു പ്രകൃതം നിങ്ങളിലുണ്ട്. മകയിര നക്ഷത്ര ജാതകമില്ലാത്തതുണ്ട്, ഉറപ്പാണ്. ബാല്യകാലത്തെ ക്ലേശത്തിന് 32 വയസ്സിന് ശേഷമായിരിക്കും ഒരു ജീവിത സൗഖ്യം കെട്ടിപ്പടുത്തുവാൻ ഇവർക്ക് സാധിക്കുക. തീർച്ചയായും മകയിര നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകും. മക്കളെ ഓർത്ത് സന്തോഷിക്കപ്പെടും. ഭാവി ഭദ്രമാക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ശത്രുദോഷമൊക്കെ മാറിക്കിട്ടും. ധനപരമായ നേട്ടം മുന്നോട്ടെടുക്കും. ദേവീക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. സമ്പൽ സമൃദ്ധിയാണ്, അതീവ നേട്ടമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ട്.
ഇവർ ആരുടെയും മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇവർക്കിനി ഭാഗ്യമാണ്. 1200 പിറക്കുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും. സ്വപ്നങ്ങളൊക്കെ പൂവണിയും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകുന്നത്. ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കാൻ 1200 തീർച്ചയായും ഒരു നൂറ്റാണ്ടിൻ്റെ ആരംഭമാണ് 1200. ജ്യോതിഷഫലം പരിശോധിച്ചാൽ തീർച്ചയായും തിരുവാതിരയ്ക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ചിന്തിച്ച് കേൾക്കുക. കൂവളമാല, മഹാമൃത്യുഞ്ജയ ഹോമം ഇത് നടത്തി മുന്നോട്ട് പോവുക. അതുമതി. പിൻവിളക്ക്, അതുപോലെ തന്നെ സർപ്പാരാധന ഇതൊക്കെ നടത്തണം കേട്ടോ. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും, ഭാഗ്യപുഷ്ടിയുണ്ടാകും, സാമ്പത്തിക ലാഭമുണ്ടാകും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു പുണർത്ത നക്ഷത്ര ജാതകർക്ക്. വരുമാനം വർദ്ധിക്കും. മാർഗങ്ങൾ കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് പുണർത്ത നക്ഷത്ര ജാതകർക്ക്. പരിഹാരമായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തി മുന്നോട്ട് പോവുക. ഒരുപാട് വിജയത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും. 1200 ഫലം പരിശോധിച്ചാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറേണ്ടവരാണ് ഇവർ. കടവാങ്ങിയ ഒരു ബിസിനസ്സിലും ചെലവഴിക്കേണ്ട. കടമൊക്കെ മാറ്റുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. പതറാതെ മുന്നോട്ട് പോവുക. കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപകീർത്തിക്ക് ഇടയാവാതെ സൂക്ഷിക്കണം. അല്പം കരുതിയിരിക്കേണ്ട വർഷം തന്നെയാണ് പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 1200. കൊല്ലവർഷം 1200 അല്പം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും ഞെട്ടുന്ന പല അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും. ശത്രുഭയം ഇല്ലായ്മയാകും. ധന അന്ന സുഖ സമൃദ്ധി ഉണ്ടാകും. ആയില്യ നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയായിരിക്കും ഇനി. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും വരും. ഒരുപാട് വരുമാനമൊക്കെ വർദ്ധിക്കും. രോഗശാന്തി ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക. ലക്ഷ്യം നേടും. ഉറപ്പായും നേടിയിരിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന ഒരു സങ്കടം ഇവർക്കുണ്ട്. മാറും. ഉറപ്പായും മാറിയിരിക്കും. എല്ലാ സങ്കടങ്ങളും മാറും. എല്ലാ ദുഃഖങ്ങളും അകലും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യമുണ്ടാകും. വ്യാഴത്തിൻ്റെ ശുഭസ്ഥാനം നോക്കി ഈശ്വരാധീനം വരുന്ന രീതിയിലുള്ള പൂജാതി കർമ്മം ചെയ്ത് ആ ഭാഗ്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഭാഗ്യദോഷം എന്നൊന്നും പറഞ്ഞിട്ട് കാലം കഴിക്കേണ്ട. പൂരനക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തീരും. അതുപോലെ തന്നെ എല്ലാ രീതിയിലും കേസ് വഴക്കുകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. സ്വന്തം കഴിവുകൾ വളരെ വലുതാണ്. ധനപരമായി നേട്ടമുണ്ടാക്കും. പണം ചുരുക്കി ചെലവഴിക്കുക. ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തര നക്ഷത്ര ജാതകർക്ക് തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി ഉണ്ടാകും. ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വിദേശത്തൊക്കെ പോകുവാൻ സാധിക്കും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ വർഷങ്ങളായി കാത്തിരുന്ന് ശ്രമിച്ചിട്ട് സമയം പാഴായതല്ലാതെ ഒന്നും നടക്കാതിരുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യവും വന്നു ചേരും അത്തം നക്ഷത്ര ജാതകർക്ക്. ഭംഗിയായി സംസാരിക്കുന്നത് മൂലം എല്ലാവരുടെയും ഒരു പ്രശംസ പിടിച്ചു പറ്റാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അത് ഇനിയും കഴിയും. എല്ലാ രീതിയിലും സമൃദ്ധി വന്ന് ചേരും. ഒരു കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തതയോടുകൂടി മുന്നോട്ട് പോകുക. ഒരുപാട് ഭാഗ്യം, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. 2024 അതായത് ഓഗസ്റ്റ് മാസം 17-ാം തീയതി 1200 പിറക്കുമ്പോൾ രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചിത്തിര നക്ഷത്രജാതകർ തന്നെയാണ്. ധനപരമായ നേട്ടം ഉണ്ടാക്കും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ചോതിയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോവുക. വിദേശ യാത്രയ്ക്ക് യോഗമുണ്ട്. തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക. വിദേശ യാത്ര നടത്തും. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്.
അടുത്ത നക്ഷത്രം വിശാഖമാണ്. നേരായ മാർഗത്തിലല്ലാത്ത ധനസമ്പാദനം അല്പം കരുതലോടെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ കാണുന്നുണ്ട്. പ്രയോജനകരമായ നേട്ടങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകും. വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കഴിവതും കടബാധ്യതകളിൽ ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും. ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും. ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരും. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം മൂലമാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം. ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ സാധ്യത കുറവായ നിങ്ങൾക്ക് ഇനി ഒരുപാട് പരിഗണന ലഭിക്കും, സ്നേഹം ലഭിക്കും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ഇഷ്ടജനങ്ങളുടെ വിയോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്, ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. പണം ചുരുക്കി ചെലവഴിക്കുക. മറ്റുള്ളവരെ സഹായിക്കും. ആരെയും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. അനുഭവിക്കാനൊന്നുമില്ല. അത്രയ്ക്ക് അനുഭവിച്ചു. പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ നഷ്ടം, വിവാഹ കാര്യത്തിൽ തടസ്സം, ആരെയും പരിപൂർണമായി വിശ്വസിച്ചു അവരിൽ നിന്നൊക്കെ വഞ്ചന, സാമ്പത്തിക പ്രശ്നം, വളരെ വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരവസ്ഥ. എന്ന് ശരിയാകുക അല്ലെങ്കിൽ നാളെ ശരിയാകുക എന്ന് കരുതിയിരിക്കും, പക്ഷേ ശരിയാവത്തില്ല. ഉത്തമമായ കാലഘട്ടമൊക്കെ തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ 1200 ആണ്ടിൽ വന്നു ചേരും. ഉറപ്പാണ്, രക്ഷപ്പെടും, ഉറപ്പാണ്. ഉത്രാട നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ഉത്രാടത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരേണ്ട സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക. വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. തിരുവോണ നക്ഷത്ര ജാതകർക്ക് 1200 അത്ര നല്ലതല്ല. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനത്താൽ ധനസമ്പാദനത്തിൽ ഇവർ എത്തുമെന്ന് സംശയിക്കേണ്ട. ഇനി ഇവരുടെ നല്ല സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി മറ്റു മതസ്ഥർ, ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെ മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ പോയി ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം ചതയമാണ്. അസൂയ കൂടുതലുള്ളൊരു സ്വഭാവം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ധനപരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യമൊക്കെ സിദ്ധിക്കും. പങ്കാളിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിക്കും ഇത് നല്ല സമയമാണ്. ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുക. ധനപരമായ നേട്ടമുണ്ടാക്കും. പണം ധാരാളം വന്നു ചേരും. നല്ല സമയമാണ്. ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിജയം നിങ്ങൾക്ക് വന്നു ചേരും. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും നല്ല സമയം തന്നെയാണ്. ഒരു ഇറക്കത്തിന് ഒരു കയറ്റമെന്ന പോലെ ഇനി ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ഇഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ഉത്രട്ടാതിക്ക് ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. രേവതി നക്ഷത്ര ജാതകർക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. രേവതി നക്ഷത്ര ജാതകർക്ക് വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ധനപരമായി നേട്ടമുണ്ടാകും. ജോലിക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരും. കുഴപ്പമൊന്നുമില്ല. നല്ല വരുമാനമുണ്ടാകും. നല്ല ഭാവി ഉണ്ടാകും. നല്ല ജോലി കിട്ടും. ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും.